ലോകം കണ്ട ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അറിയപ്പെടുന്നു. കർശനമായ തീരുമാനങ്ങളും ഉറച്ച നിലപാടുകളും കൊണ്ടാണ് അദ്ദേഹം ലോക രാഷ്ട്രീയത്തിൽ എന്നും ശ്രദ്ധ നേടുന്നത്. എന്നാൽ അധികാരത്തിന്റെ ഉയരത്തിൽ നിൽക്കുന്ന ഒരാൾ പോലും എത്ര എളിമയോടെ പെരുമാറാം എന്ന് ലോകത്തെ അമ്പരിപ്പിച്ച ഒരു സംഭവം ഒരിക്കൽ നടന്നിരുന്നു. മോസ്കോയിൽ നടന്ന ഒരു ഔദ്യോഗിക ചടങ്ങിലാണ് ഈ സംഭവം നടന്നത്. രാജ്യത്തിന് അഭിമാനം കൊണ്ടുവരുന്ന ചിലരെ ആദരിക്കുന്ന പരിപാടിയായിരുന്നു അത്. വിവിധ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ആളുകൾക്ക് പുരസ്കാരങ്ങൾ നൽകുന്ന ചടങ്ങായിരുന്നു. അവിടെ ആദരിക്കപ്പെടാൻ എത്തിയവരിൽ ഒരാൾ പാരാലിമ്പിക് ചാമ്പ്യനായ ഗോലുബ്കോവ് ആയിരുന്നു. ശാരീരിക പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും തന്റെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് വലിയ വിജയം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. സാധാരണ ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടായി തോന്നുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. തോൽവികളെ ഭയക്കാതെ, ഒരിക്കലും പിന്നോട്ട് പോകാതെ തുടർച്ചയായി പരിശ്രമിച്ചാണ് അദ്ദേഹം രാജ്യത്തിന് അഭിമാനം നേടിക്കൊടുത്തത്. കായിക രംഗത്ത് നേടിയ വലിയ നേട്ടങ്ങൾ കാരണം അദ്ദേഹത്തിന് റഷ്യയുടെ പ്രധാന ബഹുമതികളിൽ ഒന്നായ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് നൽകാൻ തീരുമാനിച്ചു. ആ പുരസ്കാരം നൽകാൻ ചടങ്ങിലേക്ക് എത്തിയതായിരുന്നു പ്രസിഡന്റ് പുടിൻ. വളരെ ഔദ്യോഗികവും ഗൗരവമുള്ളതായി അന്തരീക്ഷമായിരുന്നു അവിടെ. എല്ലാവരും പതിവ് പോലെ ഒരു സാധാരണ പുരസ്കാരദാന ചടങ്ങ് മാത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. പക്ഷേ അടുത്ത നിമിഷം സംഭവിച്ചത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടിരുന്ന ഇവാൻ ഗോലുബ്കോവിന് പുരസ്കാരം നൽകാൻ പുടിന് മുന്നോട്ട് നടന്നു. കുറച്ചു നിമിഷം അദ്ദേഹം അവനെ നോക്കി നിൽക്കുകയായിരുന്നു. ശേഷം ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പുടിൻ തന്റെ ശരീരം താഴ്ത്തി ആ കായിക താരത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി. ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാൾ തന്റെ പദവിയും അധികാരവും മറന്ന് ഒരു പോരാളിയുടെ മുന്നിൽ ബഹുമാനത്തോടെ മുട്ടുകുത്തുന്ന നിമിഷമായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൈയടിച്ചു. ചിലർക്ക് അത് വളരെ വികാരഭരിതയായ നിമിഷമായി തോന്നി. ആ ഒരു പ്രവൃത്തി വലിയൊരു സന്ദേശമാണ് ലോകത്തിന് നൽകിയത്. ശരീരത്തിന് പരിമിതികൾ ഉണ്ടാകാം, പക്ഷെ മനസ്സിന് പരിമിതികളില്ല. പദവി വലിയതായിരിക്കാം, പക്ഷെ പരിശ്രമം അതിനേക്കാൾ വലുതാണ്. യഥാർത്ഥ ബഹുമാനം നൽകാൻ ഒരാൾ ചെറിയവനാകേണ്ടി വന്നാലും അതാണ് ഏറ്റവും വലിയ മഹത്വം. ഇവാൻ ഗോലുബ്കോവിൻ പോലുള്ള കായിക താരങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും കീഴടങ്ങരുത് എന്നാണ്. ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോയാൽ വിജയം നേടാൻ കഴിയുമെന്ന അവരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ പുടിൻ ചെയ്ത ആ ചെറിയ പ്രവൃത്തി നമ്മെ മറ്റൊരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ ഉയരം അവന്റെ പദവിയിലല്ല, അവന്റെ മനസ്സിലാണ്. മറ്റുള്ളവരുടെ പരിശ്രമത്തെ ബഹുമാനിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ വലിയവൻ. ഈ സംഭവം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വീണ്ടും വീണ്ടും വൈറലാകാറുണ്ട്. കാരണം ആളുകൾക്ക് ശക്തി കാണിക്കുന്ന നേതാക്കളെക്കാൾ മനുഷ്യത്വം കാണിക്കുന്ന നേതാക്കളെയാണ് കൂടുതൽ ഇഷ്ടം. ജീവിതത്തിൽ ജയിച്ചവരെ അഭിനന്ദിക്കുന്നത് എല്ലാവർക്കും കഴിയും, പക്ഷേ പോരാടി ജയിച്ചവരെ ബഹുമാനിക്കാൻ മനസ്സുള്ളവനാണ് യഥാർത്ഥ നേതാവ്. അതുകൊണ്ടാണ് ആ ദിവസം നടന്ന ആ ചെറിയ നിമിഷം ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം നേടിയിരിക്കുന്നത്. യഥാർത്ഥ മഹത്വം അധികാരത്തിലല്ല, മനുഷ്യരെ ബഹുമാനിക്കുന്ന മനസ്സിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.